गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। न गुरोरधिकं तत्त्वं न गुरोरधिकं तपः तत्त्वज्ञानात् परं नास्ति तस्मै ശ്രീ ഗുരവേ നമഃ. പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത അമ്മ തമ്പുരാട്ടി ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന മഹനീയ കുടുംബത്തിലെ മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ശ്രീ അനിൽജി, ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി, ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, ഈ കുടുംബത്തിലെ ആത്മസഹോദരങ്ങൾ, ഈ ഗ്രൂപ്പിനെ കാര്യഗൗരവമായി നയിക്കുന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾ, മിടുമിടുക്കരായ കുഞ്ഞുമക്കൾ, എല്ലാ പേർക്കും എൻ്റെ വിനീത നമസ്കാരം. ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം കർക്കിടകം 1 മുതൽ മഹാഗുരുവിൻ്റെ മഹാസമാധി ദിനമായ കന്നി 5 വരെ വീണ്ടും സമാരംഭം കുറിച്ചിരിക്കുകയാണല്ലോ. മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഈ യജ്ഞാചരണത്തിലെ 56-ാം ദിവസമായ ഇന്ന് ആത്മോപദേശ ശതകത്തിലെ 79-ഉം 80-ഉം ശ്ലോകങ്ങൾ മനനം ചെയ്ത് സമർപ്പിക്കുന്നതിനുള്ള അവസരം ഗുരുകൃപയാൽ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിന് ഒരവസരം ഒരുക്കിത്തന്ന ഈ ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 1897 തൃപ്പാദങ്ങൾ അവിടുത്തെ തത്വശാസ്ത്ര ഗ്രന്ഥമായ ആത്മോപദേശ ശതകം രചിച്ചു എന്ന് കരുതപ്പെടുന്നു. ഋഷീശ്വരനും പരമാചാര്യനുമായ സ്വാമി തൃപ്പാദങ്ങൾ കാരുണ്യപൂർവ്വം അരുളി ചെയ്ത വേദവും വേദാന്ത നവനീതവുമാണ് ആത്മോപദേശ ശതകം. ഭഗവാന്റെ തനിമയുള്ള സത്യദർശനത്തെ തനിമയോടുകൂടി ആധുനിക മനസ്സിന് മനസ്സിലാകുന്ന ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ കൃതിയിലാണ്. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരിയുപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഇതിൻ്റെ രചന. ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഗുരു ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. ആത്മോപദേശ ശതകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശം എന്നാണ്. പരമമായ സത്യം അറിവാണ്. അതാണ് ആത്മാവ്. പരമാത്മാവ് അറിവിൻ്റെ രൂപത്തിൽ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ആദ്യ മഹസ്സിനെ സാക്ഷാത്കരിക്കണം. ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. പ്രധാനമായും അറിവിനെ പറ്റിയും മോക്ഷത്തെ പറ്റിയും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മോപദേശമെന്നും 100 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതിനാൽ ശതകം എന്നും നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. ഗുരു തന്നെ ഈ കൃതി വായിച്ചു കേട്ട് തിരുത്തലുകൾ വരുത്തി പുനഃപ്രസിദ്ധീകരിച്ചു എന്നറിയുമ്പോൾ തന്നെ ഈ കൃതിയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാനുഭവത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്ന് അനുഭവിക്കുവാൻ ഉതകുന്ന ഒരു കൃതിയാണിത്. ആ സ്ഥിതിക്ക് ഈ കൃതി വേണ്ട പോലെ മനനം ചെയ്ത് ഗ്രഹിക്കുക കൂടി ചെയ്യുന്നവർ ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹമായി തീരുന്നതാണ്. ആത്മോപദേശ ശതകത്തിലെ 79-ഉം 80-ഉം മന്ത്രങ്ങൾ ചൊല്ലി അർത്ഥവിചാരം നടത്തുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. പദ്യം ചൊല്ലാം. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യ ക്ഷണമതിലില്ല, ഇതിരിപ്പതെപ്രകാരം ഹനനവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവുമില്ല, ഇതു ചിത് പ്രഭാവമെല്ലാം സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമെങ്ങൊരു ദിക്കിൽ ഒത്തുവാഴും ഗതീവ മൂന്നിനും എങ്ങുമില്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും. 79-ാം മന്ത്രത്തിൻ്റെ അർത്ഥവിചാരം നോക്കാം. ഒരു വസ്തു ജനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിലനിൽക്കുന്നില്ല.
ജനിച്ചു കഴിഞ്ഞത് അതേ നിമിഷം തന്നെ പരിണാമ വിധേയമാകുന്നത് കൊണ്ട് അടുത്ത ക്ഷണത്തിൽ ഉണ്ടെന്നും പറഞ്ഞുകൂടാ. അപ്പോൾ അത് അതായിരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? വസ്തുവിൻ്റെ നാശവും ഈ നിലയിൽ സംഭവിക്കുന്നു എന്ന് പറയവയ്യ. അതുകൊണ്ട് വസ്തു ജനിക്കുന്നുവെന്നും പറഞ്ഞുകൂടാ. പിന്നെ ഈ കാണുന്നതൊക്കെ അചഞ്ചലമായ അഖണ്ഡ ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന വെറും കാഴ്ചകൾ മാത്രം. ജനന മരണങ്ങളും സ്ഥിതിയുമെല്ലാം സത്യരൂപത്തിൽ തോന്നുന്ന വെറും ഭ്രമങ്ങൾ മാത്രമാണ്. നിരന്തര പരിണാമവും സൃഷ്ടിസ്ഥിതി ലയവും ഒരേ സമയം അംഗീകരിക്കാൻ കഴിയില്ല. നിരന്തര പരിണാമ പ്രവാഹത്തിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ വേർതിരിയുകയുമില്ല. നിരന്തര പരിണാമം ആണെങ്കിൽ എവിടെ തുടങ്ങി എവിടെ ഒടുങ്ങുന്നു എന്നറിയാനും കഴിയില്ല. ആദ്യന്തങ്ങൾ വെളിവാകാത്ത ഒരു പരിണാമ പ്രവാഹം ഭ്രമമല്ലാതെ മറ്റൊന്നുമല്ല. അഖണ്ഡബോധത്തിൽ തുടങ്ങി അഖണ്ഡബോധത്തിൽ ഒതുങ്ങുന്നു എന്ന് പറയാം. ഒരു ജിജ്ഞാസുവിനോട് വേണമെങ്കിൽ സത്യബോധമുളവാക്കാനായി അങ്ങനെ പറയാം. പക്ഷേ കയറിൽ കാണുന്ന പാമ്പ് കയറിലുണ്ടായി കയറിൽ ലയിക്കുന്നു എന്ന് പറയും പോലെ മാത്രമേ അത് കണക്കാക്കാനാവൂ. നമ്മുടെ കണ്ണുകൾക്ക് കാണാവുന്ന വ്യക്തമായ രൂപപരിണാമ ഘട്ടങ്ങളെയാണ് ജനന മരണങ്ങളായി കാണുന്നത്. ജനിക്കുന്നതായ ഒന്നിന് ആ ജനിക്കുന്ന സമയത്ത് സ്ഥിതി ഉണ്മ ഇല്ല. ജനിക്കുന്ന ഒന്ന് ജനിക്കുന്ന ആ നിമിഷത്തിലല്ലാതെ അടുത്ത ക്ഷണത്തിൽ ഉണ്ടായിരിക്കുന്നുമില്ല. ഒരേ സമയത്ത് ഉണ്മയും ഇല്ലായ്മയും ഒന്നിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മരണത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് നോക്കിയാലും ഇത് തന്നെയാണ്. അതിനാൽ ജനനവുമില്ല, മരണവുമില്ല. എല്ലാം അതിൻ്റെ അത്ഭുത പ്രഭാവം മാത്രം. ഇനി ശ്ലോകം 80. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതിവ മൂന്നിനും എങ്ങുമില്ല ഇതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. ഒരു വസ്തു ഒരിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എങ്ങും ചലിക്കുന്നില്ല. ചലിക്കുമ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യുന്നില്ല. ഇങ്ങനെ സ്ഥിതിയും ഗതിയും വിരോധമുള്ളതായിരിക്കുന്നത് പോലെ സൃഷ്ടിസ്ഥിതി ലയം എന്നീ ക്രിയകൾ ഒരേ ഇടത്തിൽ തന്നെ എങ്ങനെയാണ് ഒന്നിച്ചിരിക്കുക? ഇവ മൂന്നിനും സ്വതന്ത്രമായ ഒരു അസ്ഥിതയില്ല. ഇത് മനസ്സിലാക്കിയാൽ ഭൂമി മുതലായവ വെറും വാക്കു മാത്രമാണെന്ന് ബോധ്യമാകും. പ്രപഞ്ചത്തിൽ കണ്ടുപോരുന്ന പല സംഭവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ സൂക്ഷ്മതയോടെ വിചിന്തനം ചെയ്യണം. ഒരു വസ്തു ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന് പിന്നെ എങ്ങനെയാണ് ചലനം ഉണ്ടാവുക? വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ അത് പിന്നെ എവിടെ നിന്ന് എങ്ങോട്ട് ചലിക്കും? സൃഷ്ടി എന്നത് ഒരു ചലനമാണ്. ലയമല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് വേറൊരു ചലനവുമാണ്. അതിനിടയിലുള്ള നിലനിൽപ്പിനെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇതൊക്കെ ആത്മസത്തതയുടെ ഏകതയെ ധ്യാനിച്ചുറച്ചവന് വെറും വാക്കുകൾ മാത്രമായി തീരും. നാം വ്യവഹാര ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും വാക്കുകളാൽ നിർമ്മിക്കപ്പെട്ട പ്രാപഞ്ചിക ബോധമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആത്മബോധത്തിൽ നിന്നും വാക്കിൻ്റെ പ്രസക്തികളെ അടർത്തി മാറ്റിയാൽ സൃഷ്ടി എന്നും സ്ഥിതി എന്നും ലയം എന്നും നാം പറഞ്ഞു പോരുന്ന പ്രക്രിയകളും അവസാനിക്കും. ആത്മാവ് നിശ്ചലമാണ്. ആത്മാവ് അപരിണാമിയാണ്. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം എന്ന ഛാന്തോഗ്യോപനിഷത്തിലെ വാക്യപ്രകാരം വികാരങ്ങളെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. ചട്ടിയിലും കലത്തിലും കുടത്തിലും മണ്ണ് മാത്രമേ സത്യമായിട്ടുള്ളൂ. ചട്ടിയും കലവും കുടവും എല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. എൻ്റെ ഈ വാക്കുകൾ ഗുരുദേവ പാദകമലങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു. ഗുരുദേവധർമ്മം ജയിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.